ഇന്ന് വെള്ളിയാഴ്ച നല്ല അടിപൊളി ബീഫ് കിട്ടി കേട്ടോ. ബീഫ് കൂട്ടാത്തവർക്ക് നല്ല അടിപൊളി ചിക്കനും ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മളെ അമ്മ. ഇതാ കിടക്കണം നമ്മളെ കണ്ടന്റ്. റൂമും ബെഡൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പർക്ക് ഈ സോഫമ കിടന്നാലും ഉറക്കിട്ടു. ഇന്നിപ്പോ മസിൽ കാണിക്കലൊന്നും ഉണ്ടാവില്ല. നല്ല മയക്കത്തിലാണ്. ഇന്നലത്തെ മൈലാഞ്ചിമരം മുറിച്ച ക്ഷീണത്തിലാവും. പിന്നെ ഒരു ഉച്ചരായപ്പോ നമുക്ക് മാങ്ങ ജ്യൂസ് അടിച്ചാലോ എന്നൊരിത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം അതന്നെ. അതിനായിട്ട് കുറച്ച് ബൗത്തല്ല മാങ്ങയുണ്ട് ഇനി ഇവിടെ. നല്ലോണം ബൗത്ത മാങ്കോ ഇമ്മ എങ്ങനെ ജ്യൂസ് അടിക്കുക നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടോ. അപ്പൊ ഉമ്മ തൊലി കഴിയാതെ മിക്സിയിലിട്ട് നല്ല അടിച്ചിക്കണേ. പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെ അടിച്ചു. പിന്നെ ഈ ചെയ്യണൊക്കെ നിങ്ങൾ കണ്ടോട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും പറയട്ടെ. നമ്മളെ വീട്ടിൽ ഫുഡ് ഫെസ്റ്റാ തോന്നിപ്പോ നമുക്കിന്ന് ഫുള്ള് ഡ്യൂട്ടിയാണ്. എനിക്കൊരു കണ്ടന്റുമായി നിങ്ങൾക്ക് അത് കാണും ചെയ്യാം. നമുക്കൊരു നല്ല പണിയും കിട്ടി. ഇനിയാണ് ഈ ജ്യൂസിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണത്. ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് ബൾപ്പ് ഇട്ട് കൊടുത്താണ്ട് അടിച്ചെടുക്കുക. പിന്നെ പാല് ഒഴിച്ചെടുത്ത് ജ്യൂസ് അരിപ്പയിൽ അടിച്ചു. ഇതിലേക്ക് 1 ലിറ്റർ പാലാണെങ്കിൽ 3-4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മളമ്മന്റെ ജ്യൂസിൽ ഇത്ര വെള്ളം കൂട്ടിയത് എന്തിനാന്ന് വെച്ചപ്പോ ഉമ്മന്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കണം. 3-4 ഗ്ലാസ് ജ്യൂസ് കുടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വണ്ടിയിലെ ആക്കന്നെ കുടിക്കുന്ന 3ാമത്തെ ഗ്ലാസ് ആണ്. അപ്പം പിന്നെ ഉമ്മനെ ജ്യൂസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വല്യമ്മ കണ്ണാടി കാണാതായപ്പോ ഭയങ്കര തെരച്ചില്. അങ്ങനെ തെരച്ചിലിന്റെ ഇടയിൽ കണ്ണാടി കണ്ട് അതാ ലൈറ്റുമ്പോ തൂങ്ങി കിടക്കണം. ആകെ 2 ടിങ്ങനുള്ള വല്യമ്മക്ക് എന്തായാലും അവിടെ എത്തൂല. അപ്പത്തോലും ഉമ്മന്റെ അടുത്ത പരിപാടി തുടങ്ങി. ഇതൊരു 100 ഗ്ലാസ് പായസം ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. നിങ്ങൾ വിചാരിക്കും 100 ഗ്ലാസ് പായസോ? ഇത് പള്ളിക്കൽക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അവിടെ നിരത്തി വെച്ചത് പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ്. അതിന് പായസം പള്ളിയിലെത്തണം. അപ്പൊ അതിന്റെ തിക്കും തിരക്കിലാണ്. ഫൈനലി പായസം ഈസ് റെഡി. ഇനിയിപ്പോ ഇന്ന് കുറച്ച് കിട്ടണമെങ്കിൽ പള്ളിക്കലത്തെ അങ്ങോട്ട് കൊടുത്തു കഴിയണം. വെയിറ്റ് ചെയ്യാ. എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ദാസ. ഇനി കണ്ണാടി ആരെ ലൈറ്റുമ്പോ തൂക്കി അറിയണ്ടേ നിങ്ങൾക്ക്? അതാ പോണ കണ്ടന്റ് തന്നെ. അപ്പൊ ശരിയേ.